അപ്പോൾ ഇന്ന് മുതൽ ബിഗ് സേവിംഗ് ഡേയ്സ് എല്ലാവർക്കുമായിട്ട് ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നലത്തെ നമ്മുടെ ഇയർബഡിൻ്റെ വീഡിയോ തന്നെ കുറേ കൂട്ടുകാർ പറഞ്ഞിട്ടുള്ളൊരു കാര്യമായിരുന്നു നെക്ക് ബാൻഡിൻ്റെ വീഡിയോ, അതുപോലെ തന്നെ സ്മാർട്ട് വാച്ചിൻ്റെ വീഡിയോ ഒക്കെ ഒന്ന് ചെയ്യണമെന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ബിഗ് സേവിംഗ് ഡേയ്സിൽ നമുക്ക് വാങ്ങിച്ചാൽ വർത്ത് ബൈയിങ് ആകുന്ന കുറച്ച് നെക്ക് ബാൻഡുകളുടെ വിശേഷങ്ങളാണ്. എന്തായാലും വീഡിയോയിലേക്ക് കിടക്കുന്നുണ്ട്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൺസിഡർ ചെയ്യുക. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഫാമിലി ആയിട്ടും ഫ്രണ്ട്സോട്ടോ ജസ്റ്റ് ഷെയർ ചെയ്ത് ചാനലിനൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പൊതുവെ നമ്മൾ എപ്പോഴും ബോട്ടിലാണ് തുടങ്ങുന്നത്, എന്നാൽ ഇന്ന് തിരിച്ച് ഓപ്പോയിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്തായാലും ഓപ്പോയുടെ ഒരൊറ്റ നെക്ക് ബാൻഡാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. ഓപ്പോ എൻകോ M32 1799 രൂപയുടെ പ്രോഡക്റ്റ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത് വെറും 1499 രൂപയ്ക്കാണ്. ഞാൻ പറയുന്നത് 1500 രൂപയ്ക്കുള്ളിൽ നിങ്ങൾക്കൊരു നെക്ക് ബാൻഡ് വാങ്ങിക്കാൻ നോക്കുന്നെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ ആദ്യം വെക്കേണ്ട ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു ഓപ്പോ എൻകോ M32 തന്നെയാണ്. ബിൽഡ് ക്വാളിറ്റി, അതുപോലെ തന്നെ മ്യൂസിക് ക്വാളിറ്റി, മൈക്ക് ക്വാളിറ്റി എല്ലാം തന്നെ പെർഫെക്റ്റ് ആണ്. ആക്ച്വലി ഈ ഒരു എൻകോ M32 M31 ഡിസ്കണ്ടിന്യൂ ചെയ്തിട്ടാണ് ഈ ഒരു M32 അവർ ഇറക്കിയത്. പക്ഷേ എനിക്ക് തോന്നുന്നു ഡിസൈൻ വൈസ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത് ഈ ഒരു M31 ആയിരുന്നു. എന്തായാലും M32 പറയിലൊന്നുമല്ല, കുറച്ച് ബൾക്കി ആണെന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതർവൈസ് ബാക്കി എല്ലാം തന്നെ ഒരുപോലെ തന്നെയാണ്. ഇനി അടുത്തത് ഇൻഫിനിറ്റിയിലേക്ക് നോക്കുകയാണെങ്കിൽ ഗ്ലൈഡ് N200 N120ക്ക് ശേഷം അവർ ഇറക്കിയ ഒരു പ്രോഡക്റ്റാണ് 200 എന്ന് പറഞ്ഞത്. പക്ഷേ വലിയ സക്സസിലോട്ട് ആക്ച്വലി ആ ഒരു സാധനം പോയിട്ടില്ലായിരുന്നു. N120യും അതുപോലെ തന്നെ 200 തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് ആകെ ടൈമിങ്ങിൽ മാത്രമായിരുന്നു. അതായത് 200ൽ നമുക്ക് 20 hours പ്ലേ ടൈം ലഭ്യമാകുമ്പോഴത്തേക്കും മറ്റേതിനകത്ത് 7 hours മാത്രമേ കിട്ടത്തുള്ളായിരുന്നു. എന്തായാലും 200ന് 1699 രൂപയാണ്. എന്നാൽ ഇപ്പോൾ നമുക്കത് 1299 രൂപയ്ക്ക് ലഭ്യമാകുന്നതാണ്. കൂടാതെ ഗ്ലൈഡ് N120 1199 രൂപ നോർമൽ റേറ്റിലുള്ള പ്രോഡക്റ്റ് നമുക്കിപ്പോൾ വെറും 799 രൂപയ്ക്ക് ലഭ്യമാകുന്നതാണ്. 1000 രൂപയ്ക്കുള്ളിൽ നിങ്ങളൊരു നെക്ക് ബാൻഡ് നോക്കുന്നെങ്കിൽ ഉറപ്പായിട്ടും ഇത് എന്താ പറയുക കൺസിഡർ ചെയ്യാം. ഇനി OnePlusലേക്ക് വരുവാണെങ്കിൽ ബുള്ളറ്റ് വയർലെസ് C2 ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അവരുടെ ഒരു നെക്ക് ബാൻഡാണ്. 1999 പ്രോഡക്റ്റ് നമുക്കിപ്പോൾ 1899 രൂപയ്ക്ക് ലഭ്യമാകുന്നു. കൂടാതെ ഇതിന് തൊട്ട് മുന്നേ ഉള്ള ബുള്ളറ്റ് വയർലെസ് C ബേസ് എഡിഷൻ 1999 പ്രോഡക്റ്റ് ഇപ്പോൾ 1799 രൂപയ്ക്ക് ലഭ്യമാകുന്നു. ഇനി റെഡ്മിയിലേക്ക് വരുവാണെങ്കിൽ ഒരൊറ്റ നെക്ക് ബാൻഡ് മാത്രമേ അവർക്കുള്ളൂ. സോണിക് ബേസ് 1299 രൂപയാണ്. എന്നാൽ ഒരു 100 രൂപ മാത്രം കുറഞ്ഞിട്ട് 1199 വന്ന് നിന്നിട്ടുണ്ട്. 1199 രൂപയ്ക്ക് ഇപ്പോൾ ഇതൊന്നും വാങ്ങിക്കേണ്ട ഒരു ആവശ്യമില്ലെന്ന് ഞാൻ പറയത്തുള്ളൂ. കൂടാതെ മിവിയിലേക്ക് വരുവാണെങ്കിൽ തണ്ടർ ബീറ്റ്സ് എന്ന് പറഞ്ഞിട്ടൊരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. 999 പ്രോഡക്റ്റ് ഇപ്പോൾ 599 രൂപയ്ക്ക് കിട്ടും. അതായത് നിങ്ങളൊരു 500 രൂപയ്ക്ക് അല്ലെങ്കിൽ 600 രൂപയ്ക്ക് അകത്ത് ഒരു പ്രോഡക്റ്റ് നോക്കുന്നതിൽ ഉറപ്പായിട്ട് വാങ്ങിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ വാങ്ങിക്കാവുന്ന ഒരു പ്രോഡക്റ്റ് തന്നെയാണ് ഈ ഒരു തണ്ടർ ബീറ്റ്സ് എന്ന് പറയുന്നത്. കൂടാതെ കോളർ 2A 1199 പ്രോഡക്റ്റ് 699 രൂപയ്ക്കും കോളർ ക്ലാസിക് 999 പ്രോഡക്റ്റ് 699 രൂപയ്ക്കും മാറിയിട്ടുണ്ട്. കോളർ ക്ലാസിക്കിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബിൽഡ് ക്വാളിറ്റി ഇല്ലാന്നേ ഉള്ളൂ, പക്ഷേ നല്ല മ്യൂസിക് ക്വാളിറ്റിയാണ് കേട്ടോ. അത് നമ്മൾ പറയാതിരിക്കാൻ പറ്റത്തില്ല. 700 രൂപ പൊതുവേ ഇവരുടെ ഓഫർ സമയങ്ങളിലൊക്കെ ഇതുപോലെ വരാറുണ്ട്. അത്യാവശ്യം ഏറ്റവും അവരുടെ ലോവസ്റ്റ് പ്രൈസ് ആണ് ഈ ഒരു 699 രൂപ എന്ന് പറയുന്നത്. ഇനി നോയ്സിലേക്ക് വരുവാണെങ്കിൽ ട്യൂൺ എലൈറ്റ് 1099 പ്രോഡക്റ്റ് 799 രൂപയ്ക്കും ട്യൂൺ ആക്റ്റീവ് പ്ലസ് 1299 പ്രോഡക്റ്റ് 899 രൂപയ്ക്കും കോമ്പാറ്റ് അവരുടെ ഒരു ലോ ലേറ്റൻസി മോഡൊക്കെ ഉള്ള ഒരു നെക്ക് ബാൻഡ് ആണ്. 45 ms ലോ ലേറ്റൻസി ആണ് ഉള്ളത്. 1499 പ്രോഡക്റ്റ് സെയിം ആ ഒരു റേറ്റിനാണ്. ഇതുവരെ വില കുറഞ്ഞിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യം ഇത് തന്നെയായിരുന്നു, വില കുറഞ്ഞിട്ടില്ല. ഇത് ആക്ച്വലി വില കുറഞ്ഞ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ, അത് വേറൊരു കാര്യം. ഇനി നെർവിലേക്ക് വരുവാണെങ്കിൽ 999 പ്രോഡക്റ്റ് 799 കിട്ടുന്നു. നോയ്സിൽ പൊതുവെ റേറ്റിംഗ് വളരെ കുറവാണ്. അതിനൊരു കാരണം എനിക്ക് തോന്നുന്നു അവരുടെയും ആ ഒരു ബിൽഡ് ക്വാളിറ്റി. പക്ഷേ ആക്റ്റീവ് പ്ലസ് ഒക്കെ അത്യാവശ്യം നല്ല പ്രോഡക്റ്റ് ആണ് കേട്ടോ. ആക്റ്റീവ് പ്ലസും ആക്റ്റീവും ഒക്കെ അത്യാവശ്യം എനിക്ക് എന്തായാലും അത്യാവശ്യം കുറ്റം പറയാൻ പറ്റാത്ത രീതിക്കുള്ളൊരു പ്രോഡക്റ്റായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. എന്നാലും 899 രൂപയ്ക്കൊക്കെ ഇത് വർത്ത് തന്നെയാണ് ആക്റ്റീവ് പ്ലസ്. ഇനി ഡിസോയിലേക്ക് വരുവാണെങ്കിൽ ഡിസോ വയർലെസ് പവർ 1399 പ്രോഡക്റ്റ് 1199 രൂപയ്ക്കും വയർലെസ് 1299 പ്രോഡക്റ്റ് 1099 രൂപയ്ക്ക് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് ഓറഞ്ച് കളർ മാത്രമാണ്. ബാക്കി ബ്ലാക്കും ബ്ലൂ ഒക്കെ തന്നെ 1199 രൂപ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഡിസോയിൽ നമ്മളിപ്പോൾ വാങ്ങിക്കുന്നതിൽ ഉറപ്പായിട്ടും ഡിസോ വയർലെസ് പവറിലേക്ക് പോവുക. ഡിസോ വയർലെസ് നിങ്ങൾക്ക് 1000 രൂപ അല്ലെങ്കിൽ 1100 രൂപ മാത്രമേ ഉള്ളൂ എങ്കിൽ മാത്രം അതിലേക്ക് പോകുന്നേ ഉള്ളൂ. കൂടാതെ റിയൽമി ടെക് ലൈഫിൻ്റെ ബഡ്സ് N100 ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ്. ഒരൊറ്റ പ്രോഡക്റ്റ് മാത്രമേ അവർ ഇറക്കിയിട്ടുള്ളൂ. 1000
1299 പ്രോഡക്റ്റ് 1099 രൂപയ്ക്ക് ലഭ്യമാകുന്നതാണ്. റിയൽമിയിലേക്ക് വരുവാണെങ്കിൽ ബഡ്സ് വയർലെസ് 2 നിയോ 1499 പ്രോഡക്റ്റ് 1199 രൂപയ്ക്കും. ഈ ഒരു ബഡ്സ് വയർലെസ് 2 നിയോ പറയുമ്പോഴത്തേക്ക് പറയാനുള്ളത് എന്നോട് കുറേ കൂട്ടർ 1500 രൂപയ്ക്ക് പ്രോഡക്റ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴൊക്കെ ഞാൻ പറഞ്ഞൊരു പ്രോഡക്റ്റ് ഈ ഒരു ബഡ്സ് വയർലെസ് 2 നിയോ ആയിരുന്നു. എന്നാൽ ഓപ്പോ എൻകോ M32 ഞാൻ ആക്ച്വലി ശ്രദ്ധിച്ചില്ല കേട്ടോ. 1599 രൂപയ്ക്ക് 1499 രൂപയ്ക്ക് കിട്ടുമെന്നുള്ളത്. ഈ രണ്ട് പ്രോഡക്റ്റുകൾ എന്തായാലും നിങ്ങൾ നോക്കിയിട്ട് മാത്രം വാങ്ങിക്കുക. അതായത് ബഡ്സ് വയർലെസ് 2 നിയോയോ അല്ലെങ്കിൽ എൻകോ M32 ഇതിനകത്ത് നിങ്ങളുടെ സ്പെക്കും അതുമൊക്കെ വെച്ച് നോക്കിയിട്ട് ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് അതിലേക്കൊക്കെ പോകുക എന്നുള്ളതാണ്. ബഡ്സ് വയർലെസ് 2 2299 പ്രോഡക്റ്റ് 1999 രൂപയ്ക്ക് LDAC ടെക്നോളജി ANC ഒക്കെ ഉള്ള നെക്ക് ബാൻഡ് ആണ്. അത്യാവശ്യം കോളിംഗ് പർപ്പസിനൊക്കെ തന്നെ അത്യാവശ്യമല്ല നല്ല രീതിക്ക് തന്നെ നമുക്ക് കോളിംഗ് പർപ്പസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. 2000 രൂപയ്ക്കുള്ളിൽ നിങ്ങൾ നെക്ക് ബാൻഡ് വാങ്ങിക്കാൻ നോക്കുന്നെങ്കിൽ ഉറപ്പായിട്ടും ബഡ്സ് വയർലെസ് 2 അല്ലെങ്കിൽ നമ്മുടെ OnePlusന്റെ ബുള്ളറ്റ് വയർലെസ് C2 അതിലേക്കൊക്കെ പോകാവുന്നതാണ്. കൂടാതെ ബഡ്സ് വയർലെസ് 1799 പ്രോഡക്റ്റ് 1599 രൂപയ്ക്കും ലഭ്യമാകുന്നു. ബഡ്സ് വയർലെസ് ആക്ച്വലി ഇപ്പോൾ ഈ ഒരു 1599 രൂപയ്ക്കൊന്നും വാങ്ങിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ലോ ലേറ്റൻസിയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും തന്നെ ഇല്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് എന്താ പറയുക കുറച്ച് ഗെയിമൊക്കെ കളിക്കണമെങ്കിൽ ഇത് വാങ്ങിച്ചിട്ട് വലിയ ഒരു കാര്യമില്ല. ഇനി ബോൾട്ട് ഓഡിയോയിലേക്ക് വരുവാണെങ്കിൽ പ്രോ ബേസ് F ചാർജ് അവരുടെ അത്യാവശ്യം നല്ല ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളതും റേറ്റിംഗും ഉള്ളൊരു പ്രോഡക്റ്റ് ആണ്. 1299 പ്രോഡക്റ്റ് 1199 രൂപയ്ക്കും. ബസ്റ്റർ 1199 പ്രോഡക്റ്റ് 1099 രൂപയ്ക്കും. എസ്കേപ്പ് 999 പ്രോഡക്റ്റ് 799 രൂപയ്ക്കും. എക്സ് ചാർജ് 1099 പ്രോഡക്റ്റ് 799 രൂപയ്ക്കും. ഫ്ലോ എക്സ് 1799 പ്രോഡക്റ്റ് 899 രൂപയ്ക്കും. പ്രോ ബേസ് കർവ് പ്രോ 1099 899 രൂപയ്ക്കും. പ്രോ ബേസ് കർവ് 999 799 രൂപയ്ക്കും ലഭ്യമാകുന്നു. പ്രോ ബേസ് കർവ് ഒക്കെ ആക്ച്വലി വളരെ മോശമായിട്ടുള്ള പ്രോഡക്റ്റാണ്. വാങ്ങിക്കാതിരിക്കുന്നതാണ് നല്ലത്. അതിനേക്കാളും മറ്റുള്ള ഇപ്പം ഞാൻ പറഞ്ഞിട്ടുള്ള ഏത് വാങ്ങിച്ചാലും കുഴപ്പമില്ല. ബോൾട്ടിൽ പിന്നെ പൊതുവേ നമുക്ക് ഡ്യൂറബിലിറ്റിയുടെ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ വാങ്ങിച്ചാൽ ചിലപ്പോൾ പണി കിട്ടാൻ ചാൻസസ് ഉണ്ട്. അത് ബോൾട്ടിൻ്റെ ഇയർബഡ്സ് ആണെങ്കിലും അതുപോലെ തന്നെ നെക്ക് ബാൻഡ് ആണെങ്കിലും ഇങ്ങനെയൊക്കെ പല പ്രശ്നങ്ങളും നമ്മൾ കാണുന്നുണ്ട്. ഇനി ബോട്ടിലേക്ക് വരുവാണെങ്കിൽ റോക്കേഴ്സ് 235 പ്രോ എന്താ പറയുക 235 V2ൻ്റെ ഒരു അപ്ഗ്രേഡഡ് വേർഷനാണ്. 1299 പ്രോഡക്റ്റ് 999 രൂപയാണ്. ആക്ച്വലി ഇപ്പോൾ നമുക്കിത് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണ് ഞാൻ നോക്കുന്ന സമയത്ത് കണ്ടത്. നിങ്ങൾ എപ്പോഴെങ്കിലുമൊക്കെ നോക്കുക. ഓണായി വരുവാണെങ്കിൽ ഉറപ്പായിട്ടും വാങ്ങിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് ബോട്ടിൻ്റെ 1000 രൂപയ്ക്കുള്ളിൽ. റോക്കേഴ്സ് 195 1299 പ്രോഡക്റ്റ് 999 രൂപയ്ക്കും. റോക്കേഴ്സ് 335 1599 പ്രോഡക്റ്റ് 1499 രൂപയ്ക്ക്. എന്തായാലും നമുക്ക് 335 1499 രൂപയ്ക്ക് വന്നത് എന്താ വലിയൊരു കാര്യം തന്നെയാണ്. കാരണം പൊതുവെ നമുക്ക് ഏതൊരു ഓഫർ നോക്കിയാലും 1599 പ്രോഡക്റ്റ് 1999 അല്ലെങ്കിൽ 2200 ഒക്കെയാണ് കാണിക്കുന്നത് പൊതുവെ. എന്തായാലും ഇപ്പോൾ അങ്ങോട്ട് പൈസ കുറഞ്ഞിട്ടുണ്ട്. റോക്കേഴ്സ് 335ൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആപ്റ്റെക്സ് കോഡൊക്കെ ആണ്. പക്ഷേ അത് ബഗ്ഗുകൾ കുറേ ഉള്ളൊരു പ്രോഡക്റ്റാണ് കേട്ടോ ഈ ഒരു 335 എന്ന് പറയുന്നത്. അതുകൊണ്ട് വാങ്ങിച്ചാൽ ചിലപ്പോൾ പണി കിട്ടാൻ ചാൻസസ് ഉണ്ട്. റോക്കേഴ്സ് 333 പ്രോ 1799 പ്രോഡക്റ്റ് 1399 രൂപയ്ക്കും. 333 1499 പ്രോഡക്റ്റ് 1299 രൂപയ്ക്കും. റോക്കേഴ്സ് 255 പ്രോ പ്ലസ് 1499 പ്രോഡക്റ്റ് 1299 രൂപയ്ക്കും. റോക്കേഴ്സ് 255 പ്രോ 1299 പ്രോഡക്റ്റ് 949 രൂപയ്ക്കും. റോക്കേഴ്സ് 255 1299 പ്രോഡക്റ്റ് 899 രൂപയ്ക്കും. കൂടാതെ റോക്കേഴ്സ് 235 V2 1199 പ്രോഡക്റ്റ് 799 രൂപയ്ക്കും ലഭ്യമാകുന്നു. അപ്പോൾ ഇത്രയും പ്രോഡക്റ്റുകളാണ് നമ്മുടെ ഈ ഒരു ബിഗ് സേവിംഗ് ഡേയ്സിൽ അത്യാവശ്യം ഡിസ്കൗണ്ടോട് കൂടിയിട്ട് വാങ്ങിക്കാൻ പറ്റുന്ന കുറച്ച് നെക്ക് ബാൻഡുകൾ. 1000 രൂപയ്ക്കുള്ളിൽ നിങ്ങൾക്ക് ഇതിനകത്ത് ഏത് വാങ്ങിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ടും പറയേണ്ടത് 1000 രൂപയല്ല, ഒരു 100 രൂപ കൂടി ഇട്ടിട്ട് 1100 രൂപയ്ക്ക് ഡിസോ വയർലെസ് വാങ്ങിക്കാനേ പറയത്തുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ബോട്ടിൻ്റെയോ അല്ലെങ്കിൽ ഇൻഫിനിറ്റിയുടെ ഒക്കെ അതിലോട്ട് പോകാവുന്നതാണ്. ഇനി 1500 രൂപയ്ക്കുള്ളിലാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റിയൽമി ബഡ്സ് വയർലെസ് 2 നിയോ അല്ലെങ്കിൽ ഓപ്പോ എൻകോ M32. 2000 രൂപയ്ക്കുള്ളിലാണെങ്കിൽ OnePlusന്റെ ബുള്ളറ്റ് വയർലെസ് C2 അല്ലെങ്കിൽ റിയൽമിയുടെ ബഡ്സ് വയർലെസ് 2. എന്തായാലും ഇനിയും നെക്ക് ബാൻഡുകളിൽ സംശയം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് വീഡിയോയുടെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അതല്ല മറ്റുള്ള ബ്രാൻഡുകളിലുള്ള നെക്ക് ബാൻഡ് ആണെങ്കിലും എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് വീഡിയോയുടെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തിയാൽ ഞാൻ അതിന് റിപ്ലൈ തരുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ വെച്ച് കൺക്ലൂഡ് ചെയ്യുകയാണ്. എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ഫാമിലിയായിട്ടും ഫ്രണ്ട്സോടെ ജസ്റ്റ് ഷെയർ ചെയ്യുക, കൂടുതൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. ഇനി സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ.